രാവിലെ എണീക്കുമ്പോൾ ശബ്ദം നല്ലോണം ഉണ്ടാവും ഡോക്ടറെ, ഉച്ച കഴിഞ്ഞാകുമ്പോഴേക്കും ഈ ശബ്ദം എവിടെ പോകുന്നു എന്നറിയില്ല, സംസാരിക്കുമ്പോൾ ഒന്നും പുറത്തേക്ക് വരുന്നില്ല. പല ആളുകളും ഒ പിയിൽ വരുമ്പോൾ പറയുന്ന ഒരു പ്രശ്നമാണ്. അതല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് പിന്നെ ശബ്ദം ഉണ്ടാവുന്നില്ല. ടീച്ചേഴ്സ് ആണെങ്കിൽ എപ്പോഴും ശബ്ദം ഉപയോഗിക്കുന്ന ആളുകളാണ്, ശബ്ദം കിട്ടുന്നില്ല. നമ്മുടെ വോയിസ് ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പല ആളുകൾക്കുമുണ്ട്. ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പൊതുവായിട്ടുള്ള വോക്കൽ ഹൈജീൻ ടിപ്സ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജൻ ആണ്. വോക്കൽ ഹൈജീൻ ടിപ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് പൊതുവായിട്ട് ഇത്തരം ആൾക്കാർക്കുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പല ആളുകളും പറയുന്നത് രാവിലെ എണീക്കുമ്പോൾ ശബ്ദം നോർമൽ ആയിരിക്കും ഡോക്ടറെ, ഉച്ച കഴിയുമ്പോൾ ശബ്ദം തീരെയില്ല, ഉച്ച കഴിഞ്ഞ് ക്ലാസ് എടുക്കാൻ കഴിയുന്നില്ല. വളരെ ഉച്ചത്തിലുള്ള പാട്ടൊക്കെ പാടി പിന്നെ കുറച്ചു ദിവസം കഴിയുമ്പോൾ ശബ്ദം ഇല്ലാതാവുന്നു, ഹൈ പിച്ചിൽ പിന്നെ പാടാൻ പ്രയാസമാണ്. ചില ആളുകളുടെ പ്രശ്നം ശബ്ദമില്ലായ്മയാണ്, വോയിസ് ഫറ്റീഗ്, ഒരുപാട് നേരം സംസാരിക്കാൻ കഴിയുന്നില്ല. ഇതോടൊപ്പം തൊണ്ടവേദനയും തൊണ്ടയിൽ അസ്വസ്ഥതയും ഫോറിൻ ബോഡി സെൻസേഷനൊക്കെ അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ ഈ വോക്കൽ ഹൈജീൻ ടിപ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളത് ധാരാളം വെള്ളം കുടിച്ച് ഈ വോക്കൽ ഫോൾഡിനെയും ചുറ്റുമുള്ള ഭാഗത്തെയും ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും ഇടയ്ക്കിടെ വെള്ളം കുടിക്കുക, ഒരു 2-3 ലിറ്റർ വെള്ളമെങ്കിലും ദിവസേന കുടിക്കാൻ ഇക്കൂട്ടർ ശ്രദ്ധിക്കണം. കുറേ അധികം നേരം സംസാരിക്കുന്ന ജോലിയുള്ളവരാണെങ്കിൽ ഒരു 20 മിനിറ്റ് കൂടുമ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് ഇടയ്ക്ക് 2-3 കവിൾ വെള്ളം ഇറക്കാനെന്ന് ശ്രദ്ധിക്കാം, പ്രത്യേകിച്ചും ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇടയ്ക്കിടെയുള്ള വോയിസ് റെസ്റ്റ്. ഇത്തരം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു, നമ്മൾ എങ്ങനെ ഇതിനെ തരണം ചെയ്യും? 2 തരത്തിൽ നമുക്ക് വോയിസ് റെസ്റ്റ് എടുക്കാം. ആബ്സല്യൂട്ട് വോയിസ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഉച്ചത്തിൽ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് തീരെ ശബ്ദമില്ല, ഒരു കല്യാണ പരിപാടിയൊക്കെ അറ്റൻഡ് ചെയ്തു, പാട്ടൊക്കെ ഉച്ചത്തിൽ പാടി നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ അടിച്ചു പൊളിച്ചു, ശബ്ദമില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു 2 ദിവസം അനാവശ്യമായിട്ട് മിണ്ടാതിരിക്കുക, വീട്ടിൽ ജോലിയിൽ നിന്നൊരു ബ്രേക്ക് എടുത്തിരിക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ വോയിസ് ബോക്സ് ഒന്ന് റീ എനർജൈസ് ചെയ്ത് ശബ്ദം തിരിച്ചു വരാനുള്ള സമയം കിട്ടുകയും ചെയ്യും. പിന്നെ ഉള്ളത് വളരെ പാർഷ്യലായിട്ടുള്ള വോയിസ് റെസ്റ്റ്. ഇതിൽ അത്യാവശ്യത്തിന് സംസാരിക്കാം, എന്നാൽ അനാവശ്യമായിട്ടുള്ള കോളുകൾ നിർത്തിവെക്കാം, അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ഒന്ന് ഒഴിവാക്കുകയും ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൊണ്ടയുടെ ഭാഗത്തും നമ്മുടെ ശരീരത്തിലും ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അതിൽ പ്രധാനമായിട്ടും വരുന്നത് കഫീൻ ഇൻടേക്ക്. കാപ്പിയും ചായയും ഒക്കെ ഒരു നിശ്ചിത അളവിൽ മാത്രം ലിമിറ്റ് ചെയ്യുക. രാവിലെയും വൈകിട്ടും ഒരു ചെറിയ കപ്പ് ചായയോ കാപ്പിയോ കുടിക്കാം. അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്ന മറ്റൊരു ഫാക്ടറാണ് ആൽക്കഹോൾ. നമ്മുടെ ശബ്ദത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ആൽക്കഹോൾ ഇൻടേക്ക് നിർത്തുക എന്നുള്ളത്. സ്മോക്കിങ്ങും അതുപോലെ തന്നെ ശബ്ദത്തെ ഹാനികരമായിട്ട് ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ ഈ സ്മോക്കിങ്ങും ആൽക്കഹോളും ശബ്ദ ശുചിത്വത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. പിന്നുള്ളത് താഴെ നിന്നുള്ള ആസിഡ് റിഫ്ലക്സ്, പുളിച്ചു തകട്ടി വരിക. ഈ പുളിച്ചു തകട്ടി വരുന്ന ആസിഡ് നമ്മുടെ വോക്കൽ ഫോൾഡിന് മുന്നിലുള്ള റെറ്റിനോയിഡിൽ എത്തുകയും അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടെ ഇങ്ങനെ ചെയ്യുകയും ചെയ്യും. ഇതിനാണ് ത്രോട്ട് ക്ലിയറിംഗ് എന്ന് പറയുന്നത്. ഈ ഫ്രീക്വൻ്റ് ആയിട്ട് ത്രോട്ട് ക്ലിയറിംഗ് ഉള്ള ആളുകളിൽ കുറേയധികം നാൾ കഴിയുമ്പോൾ ശബ്ദത്തിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരികയും ചെയ്യും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ഉച്ചത്തിൽ സംസാരിക്കാതിരിക്കുക. ഫുട്ബോളൊക്കെ നടക്കുന്ന ഈ സമയത്ത് ഫുട്ബോൾ മാച്ചൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അലറി വിളിക്കുന്നത് പെട്ടെന്നുള്ള വോക്കൽ പോളിപ്പ് വരാനുള്ള കാരണമായേക്കാം. ഈ വോക്കൽ നോഡ്യൂളും വോക്കൽ പോളിപ്പും ഒക്കെ വന്നു കഴിയുന്നതിനേക്കാട്ടിലും ഏറ്റവും നല്ലത് ഇതിൻ്റെ പ്രിവെൻഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ട് കളി കാണുന്നതും സിനിമ കാണുന്നതും മറ്റ് ഫംഗ്ഷനുകൾ അറ്റൻഡ് ചെയ്യുന്നതും നമ്മൾ കഴിയുന്നതും നിർത്തിവെക്കുക. ശബ്ദ ശുചിത്വത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ചെറുതായിരിക്കുമ്പോൾ ഒക്കെ കൂട്ടുകാരുടെ ചെവിയിൽ വിസ്പർ ചെയ്യുക, അടക്കം പറയുന്നത് പോലെയുള്ള സംസാരം നമ്മുടെ വോയിസിന് നല്ലൊരു കാര്യമല്ല. സംസാരിക്കുമ്പോൾ വായ തുറന്ന് വളരെ കൃത്യമായിട്ട് സാമാന്യം മറ്റുള്ളവർക്ക് കേൾക്കാനുള്ള രീതിയിൽ തന്നെ സംസാരിക്കാൻ ശീലിക്കുക. അതുപോലെ തന്നെ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ കുറേ അധികം നേരം സംസാരിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ ലിപ്പ് മൂവ്മെൻറ്റും കൂടെ നമ്മൾ കാണുന്നുണ്ട്, എന്നാൽ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ ഇത് കാണാത്തത് കൊണ്ട് ചുറ്റുമുള്ള സറൗണ്ടിങ്സിൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ഫോൺ ചെവി കൊണ്ട് ഇങ്ങനെ അടച്ചു പിടിക്കുന്നതിന് പകരം പ്രോപ്പറായിട്ട് കേൾക്കുന്ന രീതിയിൽ ഫോൺ ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശബ്ദ ശുചിത്വത്തിലേക്ക് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ബ്രീത്തിങ് എക്സസൈസസ്. ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന വായുവിന് എയർ പഫുകളായിട്ടാണ് വോക്കൽ ഫോൾഡിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എയർ പഫ്സ് വരണമെങ്കിൽ നമ്മുടെ ലങ് കപ്പാസിറ്റി നല്ലതായിരിക്കണം. അതിനായിട്ടാണ് യോഗ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യേണ്ടുന്നത്. മറ്റ് എക്സസൈസസ്, ബ്രീത്തിങ് എക്സസൈസസുകളൊക്കെ
ശബ്ദ ശുചിത്വത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ടീച്ചേഴ്സ് ആണെങ്കിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 20 കുട്ടികളുടെ മേലെ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ ഒരു മൈക്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളൊന്ന് കരുതിയാൽ തന്നെ വോക്കൽ നോഡ്യൂള്, വോക്കൽ സിസ്റ്റ്, അതുപോലെ തന്നെ വോക്കൽ പോളിപ്പ് ഒക്കെ വരാതിരിക്കുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ശബ്ദ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വോയിസ് റെസ്റ്റ് എടുത്തു ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടും ശബ്ദം പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ ഒരു ENT ഡോക്ടറെ കണ്ട് വീഡിയോ ലെറിങ്കോസ്കോപ്പി എക്സാമിനേഷൻ നടത്തിയാൽ എന്താണ് നമ്മുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കുകയും അതിനുള്ള തുടർ ചികിത്സ എടുക്കുകയും ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.